കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ആത്മീയ കേന്ദ്രമായ ശബരിമലയിലെ പുണ്യശേഖരത്തിൽ നിന്ന് സ്വർണം മോഷണം പോയെന്ന വാർത്ത കേരളക്കരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒന്നായിരുന്നു. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഭാഗമായി സമർപ്പിക്കുന്ന സ്വർണം അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കേവലം ഒരു മോഷണത്തിനപ്പുറം വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം അതീവ രഹസ്യമായി കടത്തുകയും അത് മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തുവെന്ന നിർണായകരമായ വെളിപ്പെടുത്തലോടെ ഈ കേസ് പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള മോഷണത്തിനുപരി ക്ഷേത്ര നിർമ്മാണ കരാറുകൾ മറയാക്കി നടത്തിയ വലിയൊരു ശൃംഖലയുടെ പ്രവർത്തനമാണിതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് നൽകിയ മൊഴി പ്രകാരം ശബരിമലയിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചു. ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ നടപടി അതീവ ഗുരുതരമായിട്ടാണ് അധികൃതർ കാണുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ ഉരുക്കി വേർതിരിച്ചെടുത്ത പ്രക്രിയ അശാസ്ത്രീയമായിരുന്നുവെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച രാസലായനിയുടെ ഘടകങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. കനത്ത സുരക്ഷയുള്ള ശബരിമലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നത് ദേവസ്വം ബോർഡിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്മേൽ വലിയൊരു കളങ്കമാണ് ചാർത്തിയിരിക്കുന്നത്. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് വിശ്വാസത്തിന്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ അനിവാര്യമാണ്.